എൻ്റെ പേര് അതുല്യ. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ദിസ് ഇസ് മൈ ഡെബ്യൂട്ട് മൂവി. ഞാനിപ്പോൾ പഠിക്കുവാണ്, കൂടെ പ്രൊഫഷണലി ഫുൾ ടൈം മോഡലാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് മൈസെൽഫ്. ആൻഡ് ഇതിൽ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൂവിയിലുള്ളൊരു ഫസ്റ്റ് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഡയറക്ടേഴ്സ് വേറെയുള്ളതൊക്കെ നല്ല എഫേർട്ട് ചെയ്യാൻ ദേ ഓൾവേസ് സപ്പോർട്ട്സ് നമ്മൾക്ക് നല്ല രീതിയിൽ ഒരു എക്സ്പോഷർ തരാനുള്ളൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാം ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് മൂവി ആയതിൻ്റെ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാകുമായിരിക്കാം, പക്ഷേ ഇറ്റ് വാസ് ഫൈൻ. എൻ്റെ പേര് സച്ചിൻ പാലക്കാട്, കോഴിക്കോട്ടുകാരനാണ്. എൻ്റെ രണ്ടാമത്തെ മൂവിയാണ്. ഏകദേശം ഒരേ ടൈം ഞാൻ 2 സിനിമ ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്ത തമിഴ് മലയാളം മൂവിയാണ് ജസ്റ്റിസ് ഫോർ ജനറ്റി. അടുത്ത മാസം ഏകദേശം റിലീസായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ മൂവിയാണ് കിരാത. ഏറ്റവും കൂടുതൽ നല്ല ലീഡ് റോൾ ചെയ്തത് ഈ സിനിമയിലാണ്. പ്രശാന്ത് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഫസ്റ്റ് മൂവി കുറച്ച് സീൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ അത്യാവശ്യം ചെയ്തിട്ടുള്ള വിശ്വാസം. എൻ്റെ പേര് അൻവർ, ട്രിവാൻഡ്രത്ത് നിന്നാണ്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഞാൻ പ്രൊഫഷണലി മോഡലാണ്. പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയ മൂവി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡയറക്ടർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം നന്നായി ചെയ്യാൻ പറ്റി. ഇതില് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന്റെ കഥയാണ് അല്ലേ? ഒരു 5 പേര്. നിങ്ങൾ എത്ര പേരാണ് നിങ്ങളുടെ ടീം? 6 പേര്. 6 പേര്. നമ്മൾ 6 പേരാണ്. 3 ഫീമെയിൽ ക്യാരക്ടേഴ്സും 3 മെയിൽ ക്യാരക്ടേഴ്സും. എല്ലാവരും ന്യൂ കമേഴ്സ് ആണ്. ഓൾ ഓഫ് us are newcomers. നമ്മളൊരു കോളേജ് മേറ്റ്സ് നല്ല രീതിയിലൊരു ഫ്രണ്ട്സ് ഗ്യാങ്. എങ്ങനെയാണ് നിങ്ങളുടെ ക്യാരക്ടേഴ്സിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ എങ്ങനെ പോസിറ്റീവാണ്? ആരാണ് ഇതിൽ ലീഡ്? അങ്ങനെയാണോ? എൻ്റെ ക്യാരക്ടർ നെയിം വാസ് ജാൻസി. നമ്മൾ എങ്ങനെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. ലൈക്ക് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര എടുത്ത് ചാടിയിട്ടെല്ലാം ചെയ്യണതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ആ മൂവിയിൽ കാണിക്കുന്നുണ്ട്. ലൈക്ക് ഏകദേശം, പക്ഷെ പ്രശ്നം ഉണ്ടായിട്ടില്ല, എന്നാലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പറയത്തുണ്ട്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. അപ്പം ഈ സിനിമയിൽ ഇവരെല്ലാവരും കൂടി കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രം ഞാനാണ്. എനിക്കാണ് കഥാപാത്രം പാവമാണ്, പക്ഷേ എനിക്ക് കുറച്ച് മിസ്റ്റീരിയസ് കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രസ്റ്റ് താല്പര്യം കൂടുതലാണ്. അപ്പം അങ്ങനെ അതിന്റെ ബേസ് ചെയ്തിട്ട് എല്ലാവരും കൂടി കൂട്ടി കാട്ടിലേക്ക് പോകുന്നത് കുഴപ്പത്തിലേക്ക് എത്തിക്കുന്ന അങ്ങനെ വേണമെങ്കിൽ പറയാം. അറിഞ്ഞോണ്ടല്ലെങ്കിലും എല്ലാവരും കൂടി കാട്ടിലേക്ക് ട്രിപ്പ് കൊണ്ടുപോകുന്ന ഞാനാണ്. എന്റെ ക്യാരക്ടറിന്റെ നെയിം ഷാൻ എന്നാണ്. ഞാനും ജിൻസിയും ഒരു കപ്പിൾ. അപ്പോ രണ്ടുപേരും ഏകദേശം സെയിം ക്യാരക്ടറാണ്, സെയിം വൈബാണ്. ഇവള് ചെന്ന് ചാടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഞാനാണ് അത് ഏറ്റുപിടിച്ചിട്ട് അത്യാവശ്യം സോൾവും കാര്യങ്ങളൊക്കെ. നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇപ്പം അവിടെ തൊട്ട് ഇവിടം വരെയും നമ്മള് സ്റ്റിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഷൂട്ടൊക്കെ എവിടെയായിരുന്നു? എത്ര ദിവസം കണ്ടിന്യൂസ് ഷൂട്ട്സ് ആയിരുന്നു? കണ്ടിന്യൂസ് ഒരു 2 months നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. കോന്നിയിൽ തന്നെ ആയിരുന്നു, നമ്മുടെ ഡയറക്ടറിന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. അത്യാവശ്യം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഒരു മിനി ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ. കാരണം ഒരുപാട് ഒരു വീട്ടിൽ തന്നെയായിരുന്നു കാസ്റ്റ് മാത്രമല്ല ക്രൂ ഫുഡ് മാത്രമല്ല, ഫൈറ്റും അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസും ആയിരുന്നു. ഐ തിങ്ക് 2 ഷെഡ്യൂളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ല മഴയുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ ഡയറക്ടറിൻ്റെ വീട്ടിൽ തന്നെയാണ്. അവിടെ കുറച്ച് റൂംസിലൊക്കെ നമ്മളെല്ലാവരും കൂടെ സെറ്റിലായിരുന്നു. പിന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് മഴയുടെ ഇഷ്യൂ ഒക്കെ ആയി. പിന്നെ നമ്മൾ വീണ്ടും സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഫുൾ കോന്നിയിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മലേൻ്റെ മുകളിലൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുപോലെ ഒരു ക്യാമ്പ് പോലെ നിങ്ങൾ എല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പൊ നിങ്ങളൊന്ന് ക്യാരക്ടേഴ്സിലേക്ക് കിടക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ക്യാമ്പ് പോലെ? ആക്ച്വലി നമുക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡാൻസിന്റെ സംഭവങ്ങളുണ്ട്. ലൈക്ക് ഈ മൂവിയിൽ സോങ്ങിന് ഡാൻസ് പ്രാക്ടീസ് സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് ഉണ്ടായത് കൊണ്ട് നമ്മളെല്ലാവരും അങ്ങോട്ട് കണക്ട് ചെയ്യാനും പറ്റി. നമ്മളുടെ ആക്ച്വൽ ക്യാരക്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാസ്റ്റിംഗ് ചെയ്തത് ചേച്ചിയാണ്. ലൈക്ക് റോഷൻ എന്ന് പറഞ്ഞ നമ്മുടെ ഡയറക്ടറിന്റെ വൈഫാണ്. നമ്മളോട് സംസാരിച്ച് നമ്മളത് കമ്പനി അടിച്ചിട്ട് നമ്മളെല്ലാവരും മോഡലിംഗിനും വന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മളുടെ ആക്ച്വൽ ക്യാരക്ടർ തന്നെയാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത്. അവരുടെ ആ എഴുതിയ ക്യാരക്ടറിൽ നമ്മൾ സ്യൂട്ടായിട്ടാണ് നമ്മളെടുത്തിട്ട് പോയത്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഭയങ്കര ഓക്വേർഡ്നെസ്സോ മൂവിയിൽ അഭിനയിക്കുമ്പോൾ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അതിലെന്താ ഇതിങ്ങനെ അതന്നെയായിരുന്നു ഞാൻ. ആ ഒരു ഇതിലുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ട്
പഴകി വന്ന സമയത്ത് നമുക്ക് പിന്നെയും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി. പിന്നെ ആക്ടിങ് അത് കഴിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ പ്രാക്ടീസും ഇതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മളെല്ലാവരും നമ്മളിവിടെ മനസ്സിലാക്കി പിന്നെയാണ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നത്. ഈ ക്യാരക്ടറിനെയും മാത്രം ഒരു ഇതാണത്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ജിറ്റെ പേഴ്സണലി അറിയായിരുന്നു. കാരണം ഈ ക്യാരക്ടർ വന്നപ്പോഴേ ജിറ്റെ എന്നെയാണ് ആദ്യം വിളിക്കുന്നത്. എടാ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, എക്സാക്ട് നിന്റെ ക്യാരക്ടർ തന്നെയാണ്, നീ ഒന്നും ചെയ്യണ്ട, അതിൽ ജസ്റ്റ് ഒന്ന് ആ ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. സോ അതിൽ വന്നപ്പോൾ തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് എക്സാക്ട് എൻ്റെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പം ഞാൻ ഓക്കെ. അപ്പം ഈ ആക്ടിങ്ങിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ പിന്നെ അപ്പം എനിക്ക് ഈ എല്ലാവരുടെ മുമ്പ് വെച്ച് ആക്ട് ചെയ്യൂലേ, അപ്പൊ അതൊരു ഇതുണ്ടായിരുന്നു. അതൊക്കെ മാറി കിട്ടി. ഒരു 2 വീക്സിലെല്ലാം മാറി, ഇപ്പൊ പെർഫെക്റ്റ് ആയി. അതിന് ഇതൊക്കെ ഇത് തന്നെയാണ് എക്സ്പീരിയൻസ്. ഞാൻ പേഴ്സണലി സൈലന്റ് ആണ്, അതെന്റെ കഥാപാത്രം അങ്ങനെ തന്നെയാണ്. ജിറ്റ തെരഞ്ഞെടുത്ത് തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റിയ ക്യാരക്ടറാണ്, നിന്നെ പോലെ തന്നെയാണ്. അപ്പം കുഴപ്പമില്ലായിരുന്നു. പിന്നെ എല്ലാവരും സപ്പോർട്ടായിരുന്നു, അപ്പോൾ കുഴപ്പമില്ലാതെ പോയി. നിങ്ങൾ വേറെ ആരൊക്കെയായിട്ടാണ് ഇതിന്റെ കോമ്പിനേഷനിൽ? ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. നീന കുറുപ്പ് വേണം എന്റെ അമ്മയായിട്ടായിരുന്നു. അപ്പം മാഡമായിട്ട് എനിക്ക് കുറച്ച് കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ അരിസ്റ്റോട്ടിൽ, സുരേഷ് സർ, നമ്മള് എല്ലാവരും കൂടെ പാട്ടും പാട്ടുണ്ടായിരുന്നു. അപ്പൊ അവരായിട്ടുള്ളതുണ്ട്. പിന്നെ രജിത് കുമാർ സാർ ആയിട്ടുള്ളതുണ്ട്. പിന്നെ ആരാ, വൈഗറോസ്. അപ്പൊ അവരൊക്കെ കൂടെ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നോ? അത് ആർട്ടിസ്റ്റുകൾ വന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ നമ്മൾ ട്രാക്കിൽ എത്തിയപ്പോ നമ്മളെ അവര് കുറച്ച് ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് സംസാരിച്ച് അങ്ങനെ കമ്പനി അടിച്ചു. അല്ലാണ്ട് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മള് ന്യൂ കമേഴ്സ് ആണുള്ള അവർക്ക് അഹങ്കാരോ അല്ലെങ്കിൽ ഇവരെന്തിങ്ങനെ നമ്മളിപ്പോ 2-3 ടേക്ക് എക്സ്ട്രാ എടുക്കുമ്പോഴോ അവരങ്ങനെ ഇതൊന്നും ശരിയാകത്തില്ല, അങ്ങനത്തെ ഒരു ജാടയോ ആ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ കുറച്ചുകൂടെ ഇപ്പൊ ഓക്കെ ആവും, കുഴപ്പമില്ല, നടക്കട്ടെ, ഇതൊക്കെ നോർമൽ ആണെന്നുള്ള രീതിയിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ചും കൂടെ കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. അല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല, പേരും ഉണ്ടായിരുന്നില്ല. ജനുവരി 23-നാണ് നിങ്ങൾ എല്ലാവരുടെയും എന്താ പറയാ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് കിടക്കാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പിനെ പറ്റി പറയുമ്പോൾ എന്റെ കല്യാണമാണ് ഇതിന്റെ കല്യാണത്തിന് തലേന്നാണ് സിനിമേന്റെ റിലീസ്. എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യലാണ്. കല്യാണം കഴിഞ്ഞ് നേരെ സിനിമയ്ക്ക് പോവാ. ഫസ്റ്റ് സിനിമ എന്റെ സിനിമയ്ക്ക് പോയി കാണാം. വളരെ അപൂർവം. നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണ്. ഫസ്റ്റ് മൂവിയാണ്. പിന്നെ നമ്മളൊക്കെ ഒരു ഫാമിലി പോലെയായി. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഇതുണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു മൂവിയാണ്. ലൊക്കേഷനിലാണെങ്കിലും പ്രൊഡ്യൂസർ ഇഷ്യൂസ് ആണെങ്കിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയെങ്കിലും ഈ മൂവി റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും കഷ്ടപ്പാട് പോകാൻ പാടില്ല, പഴയ പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ കുറേ കഷ്ടപ്പെട്ട് നമ്മളിതിൽ ഇവിടം വരെ എത്തിച്ചത്. ഇപ്പോൾ നമ്മുടെ ഡയറക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും പോയി കാണണം. ആൻഡ് ഒരുപാട് പേരുടെ ഫ്യൂച്ചർ ഉള്ളതാണ്. ഫ്യൂച്ചർ മാത്രമല്ല, ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. സോ നല്ലൊരു മൂവിയാണ്, ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള മൂവിയാണ്. ഒരിക്കലും നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് കളയാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. താങ്ക് യു സോ മച്ച്.